السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن اتبع هديه. أما بعد. മുഹറം മാസം വർഷഗണത്തിലെ ആദ്യത്തെ മാസമാണല്ലോ. അതുകൊണ്ട് തന്നെ നന്മ കൊണ്ട് വർഷം ആരംഭിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ബർക്കത്ത് നിലനിൽക്കാൻ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും ഉത്തമവുമാണ്. അതുകൊണ്ട് തന്നെ റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹറം മാസത്തിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ സുന്നത്ത് നിസ്കാരമാകുന്നു എന്നും കാണാം. കാരണം നോമ്പ്, നിസ്കാരം ഇത് രണ്ടും ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട വിഷയമാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പും നിർബന്ധമാക്കിയിട്ടുണ്ട്, നിസ്കാരവും നിർബന്ധമാക്കിയിട്ടുണ്ട്. നിസ്കാരം ദിവസേന 5 വക്ത് നിസ്കാരം, നോമ്പ് റമദാൻ മാസത്തിൽ. എന്നാൽ ഒരാൾക്ക് ഈ വളരെ പ്രധാനപ്പെട്ട ഈ 2 ഇബാദത്ത് ഇനിയും നല്ല ടൈമിൽ ചെയ്ത് നല്ല പ്രതിഫലം കരസ്ഥമാക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ നോമ്പ് റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം മാസത്തിലാണ്. ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ 1/3 കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ 1/3 ഭാഗത്തിലുള്ള സുന്നത്ത് നിസ്കാരം. അതാണ് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞത്. മുഹറം മാസത്തിൽ ഈ നോമ്പ് കൂടുതൽ പുണ്യമുള്ളതാവാൻ കാരണം പറഞ്ഞതുപോലെ വർഷത്തിൻ്റെ തുടക്കമാണല്ലോ. തുടക്കം നന്നാകുമ്പോൾ ഒടുക്കം വരെയുള്ള ദിവസങ്ങളും മാസങ്ങളൊക്കെ നന്നാവാനും ആ തുടക്കത്തിൽ ചെയ്ത സ്വാലിഹായ പ്രവർത്തനങ്ങളുടെ ബർക്കത്ത് സ്ഥിരമായി ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തുടക്കം തന്നെ നോമ്പ് കൊണ്ട് തുടങ്ങാൻ വേണ്ടി പറയുന്നത്. മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ പ്രധാനപ്പെട്ട സുന്നത്തും മുഹറം മാസം മുഴുവൻ നോമ്പ് നോൽക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. മുഹറം 30 ദിവസവും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. പക്ഷേ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ കൂടുതൽ സുന്നത്തുണ്ട് എന്ന് കാണാം. വർഷത്തിൽ ഉടനീളം ആ നല്ല പ്രവർത്തനത്തിൻ്റെ ബർക്കത്ത് ലഭിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. അതേപ്രകാരം രാത്രിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലെ സുന്നത്ത് നിസ്കാരത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രാത്രിയിലെ നിസ്കാരത്തിന് ചില പവറുകളുണ്ട്. ഒന്നാമതായി ലോകമാന്യം ഉണ്ടാവുകയില്ല. രണ്ടാമതായി ഇഖ്ലാസ് വർദ്ധിക്കും. അതേപ്രകാരം നിസ്കരിക്കുന്നവൻ്റെ ചിന്തകൾ വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. പകലിലാവുമ്പോൾ പല കാര്യത്തിലും ബിസി ആയിരിക്കും, പക്ഷേ രാത്രി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് കൂടുതൽ ഖുർആൻ മനസ്സിലാക്കാനും ഓതുന്നത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ദിക്റുകളെ ചിന്തിക്കാനൊക്കെ ആ ടൈം സഹായിക്കും. അതുകൊണ്ടാണ് രാത്രിയിലെ സുന്നത്ത് നിസ്കാരത്തിന് ഫർള് നിസ്കാരത്തിൻ്റെ ആ ശ്രേഷ്ഠത, അല്ലെങ്കിൽ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനം അതിന് ലഭിക്കാൻ കാരണം.
ഏതായാലും ഇത് രണ്ടും ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.